കളത്തിനൊത്ത് നല്ല ചൊട് വച്ചിടും പാൽക്കാരൻ പയ്യനെ കാണാൻ മകമരത്തിൻ മറവിലെന്ന് ആരുമറിയാതെ വളർന്ന് മെല്ലെ നോക്കിയിടും പിന്നെ പുഞ്ചിരി തൂകിയിടും. നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വായനക്കാരനാണ് അനിരുദ്ധ്. നമുക്ക് അവനെ ആദ്യം വിളിക്കാം. കോവിഡ് കാലഘട്ടത്തിൽ 50ഓളം പുസ്തകങ്ങൾ വായിച്ച് ജനശ്രദ്ധ നേടിയ കൊച്ചുമിടുക്കൻ. കൂടുതലും ഞാൻ വായിക്കാറ് ഓട്ടോബയോഗ്രഫീസും ബയോഗ്രഫിയും ഒക്കെയാണ്. ഇപ്പൊ ഫിക്ഷനിലേക്ക് അധികം പോയിട്ടില്ല. പിന്നെ കുറെ ചിൽഡ്രൻസ് ലൈക്ക് റസ്കിൻ ബോണിന്റെ കുറെ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. സെറിബ്രൽ പാൾസിയോട് പൊരുതി അതിജീവനത്തിനായി പുസ്തകങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം. കുറെ പുസ്തകം വായിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എങ്ങനെയായിരുന്നു ഈ പുസ്തകങ്ങളോട് ഇഷ്ടം തോന്നിയതും അങ്ങനെ വായിക്കണമെന്ന് തോന്നിയതും ഒക്കെ? ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ പതുക്കെ ഒരു ബുക്ക് എടുത്തു. മാൽഗുഡി സ്കൂൾ ഡേയ്സിന് ആർ.കെ. നാരായണന്റെ ബുക്കായിരുന്നു. അപ്പൊ ഫസ്റ്റ് ദിവസം ഞാൻ 2 പേജ് വായിച്ചു. പിന്നെ 5 പേജിലേക്ക് അത് കൂടി. പിന്നെ 10 പേജായി. പിന്നെ ഇപ്പൊ 1.5 മണിക്കൂറിനുള്ള 100 പേജ് ദിവസം 100 പേജ് വായിക്കും. ചില ദിവസങ്ങൾ മടി പിടിച്ചിരിക്കും. കൂടുതലും ഞാൻ വായിക്കാറ് ഓട്ടോബയോഗ്രഫീസും ബയോഗ്രഫിയും ഒക്കെയാണ്. ഇപ്പൊ ഫിക്ഷനിലേക്ക് അധികം പോയിട്ടില്ല. പിന്നെ കുറെ ചിൽഡ്രൻസ് ലൈക്ക് റസ്കിൻ ബോണിന്റെ കുറെ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു എഴുത്താരനെ കാണാൻ പോയെന്നും അയാളോട് സംസാരിച്ചെന്നൊക്കെ കേട്ടല്ലോ. ആരായിരുന്നു, എന്തായിരുന്നു ആ വിശേഷം ഒന്ന് പറയാവോ? ഞാൻ നാട്ടിൽ പോണ വഴിക്ക് മെയ് 1-ാം തീയതി ആയിരുന്നു. ആ സമയത്ത് ഞാൻ MT വാസുദേവൻ നായരെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പൊ ആദ്യം അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പതുക്കെ കുട്ടിക്കാലത്തെ കഥ വായിച്ചപ്പോ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ വായിച്ചു വളരാനൊക്കെ പറഞ്ഞു. പിന്നെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അദ്ദേഹത്തിന്റെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത്? 4 കെട്ട്, വാനപ്രസ്ഥം, മുത്തശ്ശിമാരുടെ രാത്രി, അമ്മയ്ക്ക്. മലയാളത്തിലെ വേറെ ഏതെങ്കിലും പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടോ? ലിബിൻ രാജിന്റെ പുസ്തകം പാഠം 1 ആത്മവിശ്വാസം, IAS. അദ്ദേഹം ഒരു കാഴ്ചശക്തി കുറവുള്ള വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളും അതെങ്ങനെ അദ്ദേഹം ഓവർകം ചെയ്യുന്നു കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അത്. പിന്നെ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ വായിച്ചു. കുറെ ബുക്ക് മലയാളത്തില് മിക്കതും വായിച്ചിട്ടുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ? നല്ല ബുക്കായിരുന്നു. അതെല്ലാരും വായിച്ചിരിക്കേണ്ട ബുക്കാണത്. കാരണം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു ബുക്കാണ്. ഓട്ടോബയോഗ്രഫീസ് വായിച്ചിട്ടുണ്ട്. അതില് ആദ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഉണ്ട്, പിന്നെ ഗാംഗുലിയുടെ ഉണ്ട്, പിന്നെ ലിബിൻ രാജിന്റെ ഉണ്ട്, പിന്നെ അബ്ദുൽ കലാമില്ലേ വിങ്സ് ഓഫ് ഫയർ. കുറച്ചൊക്കെ ഉണ്ട്. ഫുള്ള് പേരൊന്നും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാ. പിന്നെ പോൾ കലാനിധി, അത് കലാനിധി ഒരു ഡയാലിസിസ് ക്യാൻസർ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ പുലി അതെങ്ങനെ ഓവർകം ചെയ്തു. 2015 പുള്ളി മരിച്ചു അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ അത്രയും കാലം പുള്ളിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റിയെന്ന് ആ രോഗത്തോട് പൊരുതിയാണ് പുള്ളി മരിച്ചത്. മലയാളത്തിൽ വായിച്ചിട്ടുള്ള വേറെ പുസ്തകങ്ങളെ പറ്റി പറയാം. പ്രിയ എസിന്റെ കൊത്തൻകല്ലുകൾ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായിക്കാത്ത ഒരാൾക്ക് ഒരു പുസ്തകം ഒന്ന് സജസ്റ്റ് ചെയ്യോ, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്? അങ്ങനെ പറയണെങ്കില് ഞാൻ ഇപ്പം സൂചിപ്പിച്ചതുപോലെ കൊത്തൻകല്ലുകള്, വിങ്സ് ഓഫ് ഫയർ കുറച്ചും കൂടി ടഫായിരിക്കും. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം, നന്നായി. എല്ലാരും വായിക്കണം. കാരണം വായനയെ കുറിച്ച് നമുക്ക് വായിച്ചാൽ നമുക്ക് ലോകത്തെ അറിയാൻ പറ്റുമോ? വായിച്ചാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കുറെ ആളെ കാണാൻ പറ്റും, കുറെ എഴുത്തുകാരെ കാണാൻ പറ്റും, കോൺസെൻട്രേഷൻ കിട്ടും, നോളജ് കിട്ടും. പിന്നെ ഒരു
വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അടുത്തറിയാൻ പറ്റും. അതൊക്കെയാണ് വായനയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.